ഗൈസ്, നമ്മുടെ നറൂട്ടോ സീരീസിലെ ജിറായ സെൻസെ മരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ജിറായ മരിക്കാതിരുന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറ്റാച്ചി മരിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ മിനാട്ടോ മരിച്ചില്ലെങ്കിൽ തുടങ്ങിയ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസും നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്കിവിടെ ജിറായയുടെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ജിറായ ലീഫ് വില്ലേജിൽ ജനിച്ചു. അക്കാദമിയിൽ ഗ്രാജുവേറ്റ് ആയി ഹിറുസൻ സരട്ടോബിയുടെ ടീമിൽ മെമ്പർ ആകുന്നു. ഇവിടെ ജിറായയുടെ ടീമേറ്റ് ആയി ഒറോച്ചിമാറു സുനാഡെയാണ് കിട്ടുന്നത്. ഇവർക്കിടയിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ആള് നമ്മുടെ ജിറായാണ്. ആ ഒരു ബെൽ ടെസ്റ്റ് ഒക്കെ വെക്കുന്ന സമയത്ത് ജിറായ അതിൽ ഔട്ട് ആവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ജിറായ ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് വുമൻസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞാണ് ജിറയക്ക് ടോഡ് സേജ് ട്രെയിനിങ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അങ്ങനെ മൗണ്ട് വിയോ ബോക്കുവിൽ നിന്നും നമ്മുടെ ജിറയ സേജ് മോഡും പഠിച്ചെടുക്കുന്നു. എന്നാൽ പെർഫെക്റ്റ് സേജ് മോഡ് അല്ല. അങ്ങനെ ജിറയ, സുനാഡെ, ഒറോച്ചിമാറു ഇവരൊക്കെ ഒരുപാട് നാൾ കഴിഞ്ഞ് വലുതായി സെക്കൻഡ് ഗ്രേഡ് നിഞ്ച വാറിൽ ഹാൻസോയുടെ കയ്യിൽ നിന്നും ലെജൻഡറി സനിയൻസ് എന്ന പേര് കിട്ടുന്നു. അങ്ങനെ സീരീസിലുള്ളതുപോലെ നമ്മുടെ ജിറയുടെ അടുത്ത് 3 കുട്ടികൾ വരികയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യുന്നു. ആ 3 കുട്ടികളാണ് നമ്മുടെ യാഹിക്കോ, കോനാൻ, നാഗട്ടോ ഇവരൊക്കെ. അങ്ങനെ ഇവർക്കും കുറച്ചുനാൾ ട്രെയിനിങ് കൊടുത്ത് സ്വന്തമായി നിൽക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയതോടെ നമ്മുടെ ജിറായ തിരിച്ച് ലീഫ് വില്ലേജിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ പിന്നെയും കുറച്ചുനാൾ കഴിഞ്ഞ് നമ്മുടെ ജിറായ ആണെങ്കിൽ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനും കൂടാതെ ആ ഒരു ജിറായ ഒരു ബുക്ക് ഒക്കെ എഴുതാറില്ലേ, അതിനൊക്കെ വേണ്ടി ജിറായ വില്ലേജിന്റെ പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ 9 ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിനാട്ടോ മരിച്ചു പോകുന്നു. ഇതറിഞ്ഞ നമ്മുടെ ജിറായ കുറച്ചായി ഒന്ന് ഇമോഷണൽ ആകുന്നുണ്ടെങ്കിലും പഴയതുപോലെ റെഡിയായി തന്റെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെയും സീരീസിലുള്ളതുപോലെ ഒരുപാട് നാളിന് ശേഷം നമ്മുടെ ജിറായ വില്ലേജിൽ വരുന്നു. ആ സമയത്ത് നമ്മുടെ നറൂട്ടോയെ കാണുന്നു. നറൂട്ടോയ്ക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. കാരണം ഞാൻ പറയണ്ടല്ലോ, അക്കാട്സുക്കി ഗ്രൂപ്പ് ഇപ്പോൾ ഈവിൾ ഗ്രൂപ്പായി മാറി. അവരെല്ലാവരും ടെയിൽ ബീസ്റ്റിനെ കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് നമ്മുടെ ഒറോച്ചിമാറു ലീഫ് വില്ലേജ് അറ്റാക്ക് ചെയ്യുന്നത്, ഹിറുസൻ സറുട്ടോബിയൊക്കെ കൊല്ലുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സീരീസിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അതിനുശേഷമാണ് ഇവിടെ മുഴുവനായും മാറാൻ പോകുന്നത്. ഇവിടെ തേർഡ് ഹൊക്കാഗെ ആയിട്ടുള്ള ഹിറുസൻ സറുട്ടോബി മരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ വില്ലേജിന് പുതിയൊരു ഹൊക്കാഗെ വേണം. അതുകൊണ്ട് വില്ലേജിലെ മുതിർന്ന ആൾക്കാരൊക്കെ നമ്മുടെ ജിറായയുടെ അടുത്ത് പോയി ജിറായയുടെ ഹൊക്കാഗെ ആകാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. എന്നാൽ സ്റ്റാർട്ടിങ്ങിലുള്ളതുപോലെ ജിറായ ആണെങ്കിൽ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരുപാട് തവണ ജിറായയോട് ഇങ്ങനെ ചോദിച്ച് അവസാനം ജിറായ താൻ ഹൊക്കാഗെ ആകാമെന്ന് സമ്മതിച്ച് ജിറായ ഇവിടെ 5th ഹൊക്കാഗെ ആയി മാറുന്നു. അങ്ങനെ ഇപ്പോൾ ജിറായ 5th ഹൊക്കാഗെ ആയതുകൊണ്ട് അക്കാട്സുക്കിയെ പറ്റി അന്വേഷിക്കാനുള്ള ചുമതല നമ്മുടെ കക്കാഷിക്കും കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ കക്കാഷി ആണെങ്കിൽ അക്കാട്സുക്കി റെയിൻ വില്ലേജിലുണ്ട് എന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകുന്നു. അവിടെ നിന്നും നമ്മുടെ കക്കാഷി അക്കാട്സുക്കിയുടെ കയ്യിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ കക്കാഷി ആണെങ്കിൽ അവിടെ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരിച്ച് ലീഫ് വില്ലേജിൽ തന്നെ എത്തുന്നു. എന്നാൽ ഇവിടെ കക്കാഷി അടിയൊക്കെ വാങ്ങി സീരിയസ് കണ്ടീഷനിലാണ് ലീഫ് വില്ലേജിൽ എത്തിയത്. കക്കാഷിയുടെ അവസ്ഥ ഇപ്പോൾ സീരിയസ് ആയതുകൊണ്ട് തന്നെ ജിറായ സുനാഡയെ കൊണ്ടുവരാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹൊക്കാഗെ ആയിട്ടുള്ള ജിറായയും ജിറായ നറൂട്ടോയും കൂട്ടി സുനാഡയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ നമ്മുടെ ജിറായ ആണെങ്കിൽ സുനാഡയെ കണ്ടുമുട്ടി. നമ്മുടെ ജിറായെ കണ്ട് സുനാഡെ ചോദിക്കും, നീ വില്ലേജിന്റെ ഹൊക്കാഗെ ആയി എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ, അതൊക്കെ ഉള്ളതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഓരോന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ അതിനുശേഷം ജിറായ കാര്യങ്ങളൊക്കെ സുനാഡയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ സുനാഡയാണെങ്കിൽ വേറെ വഴിയില്ലാതെ വില്ലേജിലെത്തി കക്കാഷിക്ക് വേണ്ടി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പഴയതുപോലെ ആക്കുന്നു. ഇവിടെ നമ്മുടെ കക്കാഷി ആണെങ്കിൽ ആ ഒരു അക്കാട്സുക്കി ടീമിലുള്ള ടീം ലീഡറിനെ കണ്ടിരുന്നു. അതായത് അക്കാട്സുക്കിയുടെ ടീം ലീഡർ എന്ന് പറയുന്നത് പെയിൻ. അങ്ങനെ കക്കാഷി കണ്ട ആ ഒരു പെയിനിന്റെ ചിത്രം ഏകദേശം ആ ഒരു രീതിയിൽ ഒരു പേപ്പറിൽ ചിത്രം വരച്ചു കൊടുക്കുന്നു. ഈ ചിത്രം കാണുന്ന ജിറായെ ഷോക്കാകുന്നു. ഇത് നമ്മുടെ യാഹിക്കോ അല്ലേ, പക്ഷെ ഇവന്റെ മുഖത്ത് എന്ത് പറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജിറായയും മുഴുവനും കൺഫ്യൂഷൻ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ സീരീസിലുള്ളതുപോലെ ഒരുപാട് നാൾ കഴിഞ്ഞ് ലീഫ് വില്ലേജിൽ പെയിൻസ് വന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇവിടെ പ്രധാനമായിട്ടും ജിറായ, സുനാഡെ, കക്കാഷി ഇവർ 3 പേരുമാണ് പെയിനിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. ആദ്യം അടിപൊളിയായിട്ടാണ് ഫൈറ്റ് പോകുന്നതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ 3 പേരും താഴെ വീഴുന്നു. അങ്ങനെ പിന്നെയും സീരീസിലുള്ളതുപോലെ വില്ലേജ് മുഴുവനായും ഡിസ്ട്രോയ് ചെയ്യുന്നു. നമ്മുടെ നറൂട്ടോ സേജ് മോഡിൽ വരുന്നു. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ആയി നമ്മുടെ യാഹിക്കോ പെയിനിനെ നമ്മുടെ നറൂട്ടോ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് നറൂട്ടോക്ക് മനസ്സിലാകും ഇതല്ല യഥാർത്ഥ പെയിൻ, ഇവനെ ആരോ കൺട്രോൾ ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി അവന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കും. എന്നാൽ ഈ സമയം നറൂട്ടോയുടെ കൂടെ കക്കാഷി, ജിറായ, സുനാഡെ ഇവരൊക്കെ ഉണ്ടാകും. അങ്ങനെ അവസാനം ഇവർ നാഗട്ടോയും കോനാനെയും കണ്ടുപിടിക്കുന്നു. സീരീസിൽ നറൂട്ടോ ആണ് നമ്മുടെ നാഗട്ടോയോട് കാര്യങ്ങൾ സംസാരിച്ച് പഴയതുപോലെ ആക്കുന്നതെങ്കിൽ ഇവിടെ ജിറായാണ് നാഗട്ടോയോട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നത്. കാരണം ജിറായ തന്റെ സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു തെറ്റായ പാതയിൽ പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അങ്ങനെ ജിറായ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ നാഗട്ടോയ്ക്ക് തന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി
മനസ്സിലായി. പെയിന്റ് അറ്റാക്കിൽ മരിച്ച എല്ലാവരും തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നാഗട്ടോയെ മരിക്കുന്നു. അതിനുശേഷം നമ്മുടെ നാഗട്ടോയുടെ ബോഡിയാണെങ്കിൽ ലീഫ് വില്ലേജിൽ തന്നെ അടക്കം ചെയ്യുന്നു. നമ്മുടെ കോനാനും തൽക്കാലം ലീഫ് വില്ലേജിൽ തന്നെ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ് നമ്മുടെ ഒബീറ്റോ നാഗട്ടോയുടെ ആ ഒരു റെനിഗൺ എടുക്കാൻ വേണ്ടി ലീഫ് വില്ലേജിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് കോനാൻ അവിടെ വരികയും ഒബീറ്റോ വേഴ്സസ് കോനാൻ എന്ന ഫൈറ്റ് നടക്കുകയും അതിൽ നമ്മുടെ കോനാൻ മരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റ് നമ്മുടെ വില്ലേജിൽ തന്നെ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ജിറയ, കക്കാഷി ഇവർക്കൊക്കെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കോനാന്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ നമ്മുടെ കോനാൻ ഇവിടെ മരിച്ച നിലയിലാണ് കാണുന്നത്. അങ്ങനെ പിന്നെയും കുറച്ചുനാൾ കഴിഞ്ഞ് നമ്മുടെ ഫൈക്കാകെ മീറ്റിംഗ് നടക്കുന്നു. അതിനിടയിൽ സാസുകെ വരുന്നു. പിന്നെ സാസുകെ രക്ഷിക്കാൻ വേണ്ടി ഒബീറ്റോ വന്നതിന് ശേഷം ഒബീറ്റോ ഹൊക്കാഗേസിനോടൊക്കെ പറയും, നിങ്ങൾ മര്യാദയ്ക്ക് 8 ടൈലിനും 9 ടൈലിനും തന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പ്രശ്നം അവസാനിക്കും. അത് തന്നില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു വാറിന് വേണ്ടി കാത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒബീറ്റോയും അവിടെ നിന്ന് പോകുന്നു. പിന്നെ ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് പറയണ്ടല്ലോ. നമ്മുടെ മാതറ റീആനിമേറ്റഡ് ആയിട്ട് വരുന്നു. എല്ലാ ഷിനോബീസിനും അടിച്ചങ്ങ് കൊല്ലാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഒറോച്ചിമാറും സാസുകെ ആണെങ്കിൽ 4 ഹൊക്കാഗേസിനും തിരിച്ചു കൊണ്ടുവരുന്നു. ഈ സമയത്ത് നമ്മുടെ മിനാട്ടോ ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ജിറായയെ കാണുന്നുണ്ട്. അങ്ങനെ വാറിന്റെ അടുത്ത് എല്ലാവരും എത്തി. നമ്മുടെ ടീം 7 എന്ന് പറഞ്ഞ് നറൂട്ടോ, സാസുകെ, സാക്കുറ എന്ന് 3 പേരും കോംബോ ആയിട്ട് നിൽക്കുന്നത് പോലെ ഇവിടെ ഓൾഡ് ടീം 7 അതായത് ഒറോച്ചിമാറു, സുനാഡെ, ജിറയ ഇവർ 3 പേരും ഒരുമിച്ച് നിൽക്കുന്നു. അതായത് പഴയ ആ ഒരു ലെജൻഡറി സനിയൻസ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്ത് അവസാനം സീരീസിലുള്ളതുപോലെ മാതറയ്ക്ക് ആ ഒരു 2 റെനിഗൺ കിട്ടുകയും ഇൻഫിനിറ്റി സുക്കിയോമി ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ സീരീസിലാണെങ്കിൽ സാസുകെ ആ ഒരു സുസനോ വെച്ച് ടീം 7 രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സാക്കുറ ഇൻഫിനിറ്റി സുക്കിയോമിൽ പെട്ടുപോകും. സാക്കുറയ്ക്ക് പകരം ഇവിടെ ജിറയാണ് ഉള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കാഗുയ വന്ന് നമ്മുടെ നറൂട്ടോ, സാസുകെ, ജിറയ, കക്കാഷി, ഒബീറ്റോ ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ കാഗുയയെ ഡിഫീറ്റ് ചെയ്യുന്നു. ഈ ഒരു 4th ഗ്രേഡ് നിഞ്ച വാറും ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ വാർ അവസാനിച്ച ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ജിറയാണെങ്കിൽ കക്കാഷിയോട് പറയും, ഇനി നീ ഹൊക്കാഗെ ആയിക്കോ, എനിക്കിപ്പോൾ ഒരുപാട് വയസ്സായി, ഞാൻ ഇനി ഹൊക്കാഗെ ആകുന്നില്ല, ഇനി കുറച്ചുനാൾ നീ തന്നെ ഹൊക്കാഗെ ആയിക്കോ എന്ന് കക്കാഷിയോട് പറയുന്നു. അങ്ങനെ വാർ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ കക്കാഷി ഹൊക്കാഗെ ആകുന്നു. പിന്നെയും കുറച്ചുനാൾ കഴിഞ്ഞ് നമ്മുടെ നറൂട്ടോ ഹിനാട്ടയുടെ മാരേജ് നടക്കുന്നു. ഇവിടെ എല്ലാത്തിനും കൂടെ നമ്മുടെ ഇറൂക്ക സെൻസയും ജിറായയും ലെജൻഡറി സനിയൻസും എല്ലാവരും ഉണ്ടാകും. അങ്ങനെ ഈ ഒരു വാട്ട് ഇഫ് സ്റ്റോറിയും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ജിറായ ജീവനോടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.